കർണാടകയുടെ സിംഹം ഇതാ പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ രാജാവ് പുറത്തെത്തിയിരിക്കുകയാണ്. ദില്ലി ഹൈക്കോടതി DK ശിവകുമാറിന് ജാമ്യം നൽകിയിരിക്കുന്നു. കർണാടകയിൽ BJPയുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വലിയ സൂചന തന്നെയാണ് DK ശിവകുമാറിന്റെ കടന്നുവരവ്. നമുക്കറിയാവുന്ന ഒരു വലിയ വിഷയമാണ്. ഒക്ടോബറിൽ എല്ലായിടങ്ങളിലും ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ കർണാടകയിലും ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുകയുണ്ടായി. അയോഗ്യരാക്കപ്പെട്ട MLA-മാരുടെ കാര്യത്തിൽ സുപ്രീം കോടതി കൃത്യമായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നത് കാണിച്ച ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഡിസംബറിലോട്ട് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് തന്നെ ഡിസംബർ 5 കർണാടകയിലെ ഉപതിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് BJPയുടെ ഒരു തന്ത്രമായിരുന്നു. കാരണം കർണാടകയിൽ DK ശിവകുമാറിന്റെ അറസ്റ്റ് വക്കലിക സമുദായത്തെ വലിയ രീതിയിൽ തന്നെ മാറ്റി നിർത്തിയിരുന്നു BJPയിൽ നിന്ന്. അതായത് നിഷ്പക്ഷമായിട്ടുള്ള ചില വോട്ടുകൾ ഇടക്ക് കോൺഗ്രസിലോട്ടും ഇടക്ക് BJPയിലോട്ടും വക്കലിക സമുദായത്തിൽ നിന്ന് പോയിരുന്നു. ആ വലിയ സത്യം തിരിച്ചറിയുന്ന BJP ഉടൻ തന്നെ ഒരു ഉപതിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഭീഷണികൾ തങ്ങൾക്ക് മുന്നിൽ കടന്നു വരുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് ഒരു മാറ്റം കർണാടകയിലെ ഉപതിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ DK ശിവകുമാർ കർണാടകയിലേക്ക് കടന്നു വരുന്നതോടുകൂടി തന്നെ DKയുടെ അറസ്റ്റ്, ആ വികാരം അത് കർണാടകയിൽ വീണ്ടും നിലനിൽക്കുക തന്നെ ചെയ്യും. അത് കോൺഗ്രസിന് വലിയ വോട്ട് ബാങ്കായി മാറാനുള്ള സാധ്യതകളേറെയാണ്. എന്തായാലും കർണാടകയുടെ രാഷ്ട്രീയത്തിലേക്ക് DKയുടെ കടന്നുവരവ് വലിയ പ്രതിസന്ധിയായിരിക്കും BJPക്ക് നൽകുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.